എല്ലാവർക്കും ടൂർസ് ആൻഡ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് കലൂര് ജംഗ്ഷനാണ്. ഞങ്ങള് ഒരു വാഗമൺ വൺ ഡേ ട്രിപ്പ് പോകാനുള്ള പരിപാടിയിലാണ്. ജംഗ്ഷനിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടും വണ്ടി വരാണ്ടായപ്പോ കലൂര് സെന്റ് ആന്റണീസ് പള്ളിയിൽ പോയിരുന്ന് ബാക്കി നേരം വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങോട്ടുള്ള നടപ്പാണ്. ഇവിടെ നമ്മള് നടക്കണത് വേണ്ടേ, നമ്മളെന്താ ഈ ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത നല്ല ബസ്സാണ് ഇട്ടത്. വെളുപ്പിനെയുള്ള യാത്ര ആയതുകൊണ്ട് കുട്ടികളൊക്കെ ബസ്സിൽ കയറിയപ്പോ തന്നെ പിന്നെ ഉറങ്ങി. വാഗമണിലേക്കുള്ള വഴിയിൽ ഒരു പുലിയുടെ ശില്പം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല, പണി നടക്കുന്നേ ഉള്ളൂ. പണി കഴിയുമ്പോ ഇതിന്റെ മേളില് കേറാൻ പറ്റിയാല് നല്ല അടിപൊളിയായിരിക്കും. ഇവിടെ നല്ല അടിപൊളി കാറ്റാണ് കേട്ടോ, നല്ല ശക്തമായ കാറ്റാണ്, നല്ല ഫീലാണ് ഇവിടെ നിൽക്കാൻ. ഇതാ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ നിന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ശില്പത്തിന്റെ പണിയൊക്കെ കഴിയുമ്പോ KSEBയുടെ കമ്പി ആ കേബിളൊക്കെ അതിന്റെ ഫ്രണ്ടിൽ നിന്നും മാറ്റിയാൽ മതിയായിരുന്നു. ഇത് പൈൻ ഫോറസ്റ്റ് ആണ്. വാഗമണ്ണിലെ തന്നെ ഒരു പ്രധാന സ്പോട്ടാണ് കേട്ടോ ഇത്. പൈൻ മരങ്ങള് നല്ല തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് ഏത് നട്ടുച്ചക്ക് ഇവിടെ വന്നാലും വലിയ വെയിലും ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല കൂൾ ആൻഡ് കാം ഏരിയ ആണ്. പക്ഷെ ഈ സമയത്ത് ഇവിടെ നല്ല തിരക്കുള്ള ഒരു സമയം വരുന്നത്. എന്റെ വൈഫിന്റെ ഫാമിലിയോടൊപ്പമാണ് ഈ യാത്ര. ഫുൾ ടൈമും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഫുൾ ഓൺ ആയിരുന്നു എല്ലാരും. വീഡിയോ ഉണ്ടാ, ഫോട്ടോസ് വേറെ അങ്ങനല്ല, ഇങ്ങനെ ഒരു കൈ താഴെ ഒരു കൈ മേലെ. ഇത് കുറച്ച് മൃഗങ്ങളുടെ ഫുട് പ്രിന്റിന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അത് ഏത് മൃഗത്തിൻ്റെതാണെന്നൊക്കെ കാണിക്കുന്ന ഒരു ബോർഡാണ്. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വെച്ചേക്കണം. ഇത് അഡ്വഞ്ചർ പാർക്കിന്റെ ഏരിയ ആണ്. ഇവിടെ കുറെ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ബർമ ബ്രിഡ്ജും സ്കൈ സൈക്ലിങ്ങും ഗ്ലാസ് ബ്രിഡ്ജും അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ. ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് കണ്ടപ്പോൾ തോന്നിയത് കുറച്ചും കൂടി നീളം വേണ്ടിയിരുന്നെന്ന് തോന്നിയത്. ഇനി കുറച്ചും കൂടി നീളം ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ഇത് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. തന്നെ ഇറക്കി വിടറാ, കാശ് മുതലാടാ. എല്ലാം നല്ല കോസ്റ്റ്ലി പരിപാടികളാണ് കേട്ടോ. ഇപ്പൊ കുട്ടികളെല്ലാം ഇതിൽ കയറാൻ തുടങ്ങിയാൽ നമ്മളുടെ പോക്കറ്റ് കാലിയാകും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അധികം നേരം ഇവിടെ നിന്നില്ല. ഞങ്ങൾ ഉള്ള നേരത്ത് മൊട്ടക്കുന്നാണ് നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞ് നേരെ അങ്ങാട് വെച്ച് പിടിച്ച്. ഇതാണ് മൊട്ടക്കുന്ന്. മൊട്ടക്കുന്ന് ശരിക്കും നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ നല്ല സൂപ്പർ ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണത്. നല്ല കാറ്റും നല്ല ഒരു
ഒരു തണുപ്പൊക്കെ ഇവിടെ ഫീൽ ചെയ്യും സൂര്യനൊന്ന് മാറിയാൽ. ഇനിയും മനോഹരങ്ങളായ ഒരുപാട് സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. കുരിശുമല, തങ്ങൾപ്പാറ, ലേക്ക്, അങ്ങനെ ഫേമസ് ആയിട്ടും മനോഹരങ്ങളുമായിട്ടുള്ള വേറെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടേത് 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും എത്തിപ്പെടാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഈ ട്രിപ്പിൽ ഇരുട്ടാകുന്നത് വരെ ഞങ്ങൾ ഈ മൊട്ടക്കുന്നേൽ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങ് കൂടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മടക്കയാത്ര ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അധികം വൈകാതെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. ഷാരൂഖ് ഖാൻ ഒരുപാട്